ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് പെസഹ കാലം രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗം. നമ്മൾ പലയാവർത്തി ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്ന സുവിശേഷ ഭാഗമാണ്. അതിലെ ആദ്യം ഒരു സംഭവം പറയുന്നത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവം. അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായിട്ടും ദിവ്യകാരുണ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വാക്കുകളാണ്. അതിൽ ഈശോ ചെയ്തതും പറഞ്ഞുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ത്യത്താഴത്തിലെ ദിവ്യബലി സ്ഥാപിക്കുമ്പോൾ ഈശോ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളവിടെ വായിക്കുന്നത്. നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ഈ അത്ഭുതം നമ്മൾ പലയാവർത്തി ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇന്ന് ഈ ഭാഗം വായിച്ചപ്പോൾ നമ്മൾ ഈശോയുടെ ഒരു ഇടപെടലിനെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് വായിക്കാനായിട്ട് സാധിക്കും. യോഹന്നാൻ 6:5 നമ്മൾ ആദ്യം വായിക്കാം. ഈശോ ഇങ്ങനെ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്. ഈശോ കണ്ണുകൾ ഉയർത്തി വലിയൊരു ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ഒരു ചോദ്യം, ഫിലിപ്പോസിനോടുള്ള ചോദ്യം. എന്നിട്ട് യോഹന്നാൻ സുവിശേഷകൻ ഈ ഈശോയുടെ ചോദ്യത്തിന് ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം പലയിടത്തും നമ്മൾ കാണുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു ഭാഗം എഴുതിയിട്ട് അതിന്റെ കമന്റ് എഴുതി പോകാന്നുള്ളത്. കമന്റ് ഉണ്ട്. ആ കമന്റ് ഇങ്ങനെയാണ്: അവനെ പരീക്ഷിക്കുവാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അവനെ പരീക്ഷിക്കാനാണ് യേശു ഇത് ചോദിച്ചത്. എന്തു ചെയ്യണം യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അപ്പൊ ഇത് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഒരു വലിയ അത്ഭുതം നടക്കാൻ പോവുകയാണ്. പക്ഷെ ഈശോയുടെ ഈശോ ചെയ്ത അത്ഭുതങ്ങളിൽ ഒരു വളരെ വ്യത്യസ്തമായ, വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതം. അപ്പൊ അത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇനി അത്ഭുതം എന്നൊരു കാര്യം മാറ്റിവെക്കാം. ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകാൻ പോകുന്ന വലിയൊരു സമൃദ്ധിയിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പൊ ഈശോ അതിനു മുമ്പ് ഒരു ഇല്ലായ്മയുടെ പരീക്ഷണം മുമ്പോട്ട് വയ്ക്കുക. ഫിലിപ്പോസ് അതിന് ശേഷം പറയുന്നുണ്ട്, ഇത്രയും ആളുകൾക്ക് ഭക്ഷണമായി 200 ദിനാറയ്ക്കുള്ള അപ്പമെങ്കിലും വേണ്ടി വരും. നമുക്ക് അത് എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും? അപ്പൊ ഈ നിരാശപ്പെട്ടു പോവുക. നിരാശയിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള, പരാജിതനായി എന്ന് പറയാൻ സാധ്യതയുള്ള, തിരിഞ്ഞു നടന്നാലോ എന്ന് തോന്നിപ്പിക്കും വണ്ണമുള്ള സന്ദർഭങ്ങളിലേക്ക് വന്നെത്തുമ്പോൾ ഈശോ നമ്മളെ പരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പറയും സാത്താനാണ് പരീക്ഷയിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷെ ഈശോ പരീക്ഷയിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടും അവിടുത്തോട് നമുക്കുള്ള സ്നേഹവും നമുക്ക് യേശുവിലുള്ള വിശ്വാസവും ദൈവാശ്രയ ബോധവും ഒക്കെയാണ് ഈശോ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ പരീക്ഷിക്കാനുള്ള ഈശോ എന്ന് പറയുന്നത് എന്താ പരീക്ഷ? ഈശോയ്ക്ക് അറിയേണ്ടത് നീ എത്രത്തോളം എന്നിൽ ശരണപ്പെടുന്നുണ്ട്, നീ എത്രത്തോളം എന്നിൽ ആശ്രയിക്കുന്നുണ്ട്, നീ എത്രത്തോളം എന്നിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് ഈശോയ്ക്ക് അറിയേണ്ടത്. ഇതാണ് ഈശോ അവിടെ പരീക്ഷിക്കുന്നത്. തൊട്ടടുത്ത വരി നമ്മൾ ഇപ്പൊ നമ്മൾ വായിക്കുന്ന 6-ാം അധ്യായം 6-ാം വാക്യത്തിലെ ഭാഗം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അത് ഉറപ്പിച്ചിരുന്നു. കൃത്യമായി ദൈവത്തിന്, നമ്മുടെ കണക്കല്ല, ദൈവത്തിന് കൃത്യമായൊരു ബോധ്യമുണ്ട്. ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായൊരു ബോധ്യമുള്ള ഒരാളാണ് ദൈവം. വളരെ കൃത്യമായൊരു ബോധ്യമുണ്ട് എന്താ ഇനി അടുത്ത് ചെയ്യേണ്ടതുള്ളത്. പക്ഷെ ഈ കൃത്യമായ ബോധ്യം ഉണ്ട്. ഈശോ അത് ചെയ്യും. നമുക്കതിൻ്റെ അനുഗ്രഹം കിട്ടും. അപ്പം വർദ്ധിപ്പിക്കും. എല്ലാവരുടെയും വിശപ്പ് മാറും. മിച്ചം വന്ന അപ്പം 12 കുട്ട നിറയെ ശേഖരിക്കും. ഇതൊക്കെ ഈശോ മനസ്സിൽ കണ്ടു കഴിഞ്ഞു. പക്ഷെ അതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമുക്കറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ ഇരുട്ടി നിൽക്കുക. നമുക്കിനി എന്താ സംഭവിക്കാന്ന് അറിയുന്നത് ഈശോയ്ക്ക് അറിയാം. എന്നിട്ട് ഈശോ നമ്മളെ പരീക്ഷിക്കുകയാണ്. എന്ത് ചെയ്യും? ഇത്രയും പേർക്ക് ഭക്ഷണം ഇവിടുന്ന് കൊടുക്കും? എൻ്റെ വീട്ടില് പട്ടിണി എങ്ങനെ മാറ്റും? എൻ്റെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ മാറും? നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കും? ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് ചോദിക്കും, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, എങ്ങനെ സംഭവിക്കാനാ? എനിക്ക് കാശില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് അധികാരമില്ല, എന്നെ സഹായിക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേദനയോടെ ഈ ഫിലിപ്പോസിനെ പോലെ നിൽക്കുമ്പോൾ യോഹന്നാൻ അവിടെ നിന്ന് കുറിച്ച് വയ്ക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവനറിയാം.
അവൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്, അതവൻ നിനക്ക് വേണ്ടി ചെയ്യും. പക്ഷേ ഈ ചോദ്യം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് നിന്റെ ദൈവാശ്രയബോധം അവൻ അളക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവം പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ഈ ദൈവാശ്രയബോധം അളക്കത്തക്ക രീതിയിലുള്ള സന്ദർഭങ്ങൾ വെച്ച് നീട്ടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഇങ്ങനെ ഇരുട്ടിന്റെ മുമ്പിൽ ഈ ചോദ്യമാണ് ഉയരുന്നത്. പക്ഷെ അതിനപ്പുറം ഉദ്ധിതനായ ഈശോ നമ്മളെ സഹായിക്കാനായിട്ട് നിൽപ്പുണ്ട്. അവൻ മനസ്സിലൊരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട്. അതൊരു നിശ്ചിത കാലഘട്ടത്തിന് ശേഷം നമുക്ക് തരിക തന്നെ ചെയ്യും. ഈ ബോധ്യം നമുക്കില്ല. കൂടുതൽ ദൈവാശ്രയബോധമുള്ളവരായി മാറിക്കൊണ്ട് ഫിലിപ്പോസിനേക്കാൾ ഉപരി അതിനുശേഷം പിന്നെ അന്ത്രയോസാണ് ഈ 5 അപ്പവും 2 മീനുള്ള കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഫിലിപ്പോസ് അത്ര വിജയിക്കാതിരുന്നിടത്ത് ആന്ത്രപ്പോസ് മനുഷ്യഗുണമുള്ളവൻ, അയാള് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പൊ അയാൾക്കറിയാം ഇത് വെച്ച് ഈശോയ്ക്ക് എന്തിനു ചെയ്യാൻ പറ്റും, ഇതേ ഉള്ളൂ എന്നുള്ള പ്രശ്നമൊന്നുമില്ല, ഇത് വെച്ച് ഈശോയ്ക്ക് എന്തിനു ചെയ്യാൻ പറ്റും എന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. അപ്പോ ഈശോ മനസ്സിൽ കരുതിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യം ഇല്ലെങ്കിൽ പോലും അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യത്തിൽ അവനെ ആശ്രയിക്കുന്ന അന്ത്രയോസിനെ പോലെ നമ്മൾ മാറണമെന്ന് ഈ സുവിശേഷം നമ്മൾ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു പദ്ധതി മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. പക്ഷെ ആ പദ്ധതി എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടി അവൻ എന്തൊക്കെയോ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. അതവൻ നമുക്ക് ചെയ്തു തരും. അപ്പോൾ അവനിൽ ആശ്രയപ്പെടുക. യേശുവെ, ഞാനെങ്കിൽ ശരണപ്പെടുന്നു.